ഒരു സമയത്ത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സിൽ ഒരാൾ, പിന്നീട് കരിയറിൽ ഒരു ചെറിയ ഇടവേള. പക്ഷേ ഇപ്പോൾ വീണ്ടും ബാക്ക് ടു ബാക്ക് പ്രോജക്റ്റ് കൊണ്ട് തിരിച്ചു വരികയാണ് നമ്മുടെ സ്വന്തം നിവിൻ പോളി. സർവ്വമായിൽ തിയേറ്ററുകൾ കാണിച്ചു തന്ന ആ വൻ ആവേശം വെറുമൊരു സാമ്പിൾ മാത്രമായിരുന്നു. പ്രേമലു തരംഗത്തിന് ശേഷം സംവിധായകൻ ഗിരീഷ് ഏടിയും ഭാവന സ്റ്റുഡിയോസും വീണ്ടും ഒന്നിക്കുമ്പോൾ ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ പോകുന്ന പക്ക അൺലിമിറ്റഡ് കോമഡി വിരുന്നും എത്തുകയാണ്. യെസ്, ബദൽഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് നേരം, തട്ടത്തിന്മറയത്ത്, പ്രേമം, ഓം ശാന്തി ഓശാന, ആക്ഷൻ ഹീറോ ബിജു. ഒരു കാലത്ത് യുവാക്കളുടെ ഫേവറേറ്റ് ഹീറോ മാത്രമല്ലായിരുന്നു നിവിൻ. ഒരു നിവിൻ പോളി സിനിമയ്ക്ക് സ്വന്തമായൊരു ഓഡിയൻസ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന ചില സിനിമകൾ പ്രതീക്ഷിച്ചത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയതോടെ ആ പഴയ നിവിൻ മാജിക് എവിടെയോ നഷ്ടപ്പെട്ടോ എന്നൊരു ചർച്ചയും ഉണ്ടായി. അവിടെയാണ് സർവ്വമായ എത്തുന്നത്. സിനിമയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തോടൊപ്പം നിവിന്റെ പഴയ ചാം വീണ്ടും തിരിച്ചെത്തിയെന്ന അഭിപ്രായവും ശക്തമായി. നിവിൻ പോളിയും സൗത്ത് ഇന്ത്യയിലെ പുതിയ നാഷണൽ ക്രഷ് മമിത ബൈജുവും ആദ്യമായി പെയർ ചെയ്യുന്നു എന്നതാണ് ബദൽഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. അങ്കമാലിയുടെ മനോഹരമായ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ജസ്റ്റിൻ എന്ന അല്പം കുസൃതിക്കാരനായ ചെറുപ്പക്കാരന്റെ വേഷത്തിൽ നിവിൻ പോളി എത്തുമ്പോൾ ആഷ്ലി എന്ന കഥാപാത്രമായി മമിത സ്ക്രീനിലെത്തുന്നു. കിരൺ ജോസിയുടെ തകർപ്പൻ തിരക്കഥയ്ക്ക് ഗിരീഷ് ഏടി നൽകുന്ന റിയലിസ്റ്റിക് യൂത്ത്ഫുൾ ടച്ച് സിനിമയ്ക്ക് വലിയ മാറ്റുകൂട്ടും. കുടുംബങ്ങൾക്കും യൂത്തിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പക്ക പെർഫെക്റ്റ് ഓണം വിരുന്ന് തന്നെയായിരിക്കും ഈ സിനിമ.